ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാം ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇന്നും നിഫ്റ്റി ഒരു റിക്കവറിക്ക് ശ്രമിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി 25,300 എന്നുള്ള ആ ഒരു നിർണായക ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തെന്ന് മാത്രമല്ല, ബ്രോഡ് മാർക്കറ്റിലും മൊത്തത്തിലൊരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. കാരണം 66% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 30% സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ഡിക്ലൈൻ ചെയ്തത്. അതുപോലെ ബ്രോഡ് ഇൻഡെക്സുകളിൽ നമ്മൾ നോക്കുമ്പോൾ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പ് എന്ന് വേണ്ട അക്രോസ് മാർക്കറ്റ് സെഗ്മെന്റിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ഇന്ന് ദൃശ്യമായിരുന്നു. ഇതുകൂടാതെ മാർക്കറ്റിന്റെ വളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് ഇന്ന് ഏകദേശം 6% താഴോട്ടേക്ക് വന്നിട്ട് 14 എന്ന ലെവലിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ഇവിടെ ബൂസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ അവസാന മണിക്കൂറുകളിലാണ് നിഫ്റ്റിയിൽ ഒരു ഇൻട്രാഡേ ലോയിൽ നിന്നുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് ഇന്നും കാണാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും നിഫ്റ്റിയുടെ ആ ഒരു അപ്സൈഡ് മൂവ് 25,400-നും 500-നും ഇടയിലേക്ക് ക്രോസ് ചെയ്യാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിൻ്റെ ഒരു ലിമിറ്റേഷൻ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും 25,000 ആ ലെവല് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 25,080 എന്ന ലെവലിന് താഴോട്ടേക്ക് നിഫ്റ്റി പോകാത്തിടത്തോളം കാലം നിലവിലുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തന്നെ കാണാൻ കഴിയും. ഇന്ന് സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. FMCG, ഫാർമ, ഹെൽത്ത് കെയർ സെഗ്മെന്റിലുള്ള നേരിയ ഒരു ഇടിവ് മാറ്റി നിർത്തിയാൽ പല സെക്ടറുകളിലും ശക്തമായ റിക്കവറി കാണാൻ കഴിയും. ഇപ്പോൾ വളരെയധികം അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന റിയാലിറ്റി സെഗ്മെന്റിൽ പോലും ഒരു തിരിച്ചുവരവ് നമുക്കിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് റൈസിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണുന്നത് ഇന്നലെ വന്നിട്ടുള്ള ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ചെറിയ തോതിലെങ്കിലും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിക്കപ്പെട്ട ഈ ഒരു ഹിസ്റ്റോറിക്കൽ എഗ്രിമെൻറ്റ് അത് നടപ്പിലാകുന്നത് ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാസങ്ങളോ എടുത്തുകൊണ്ടായിരിക്കാം. എങ്കിൽ പോലും വെർബലായിട്ടുള്ള ആ ഒരു ഡിക്ലറേഷൻ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതല്ല. കാരണം 2 ബില്യൺ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഡീലാണിത്. കൂടാതെ വേൾഡ് GDPയുടെ 25% ബാധിക്കുന്ന ഒരു ഡീലാണിത് എന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലെ സെക്ടറുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം മുന്നോട്ട് വന്നിട്ടുള്ളത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ്. 3% ഒരു മൂവ് അവിടെ ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിൽ പ്രൈസ് അതിൻ്റെ മൾട്ടി ഇയർ ലോയിലാണ് കഴിഞ്ഞ ഡിസംബറിലൊക്കെ നമ്മൾ കണ്ടത്. 60-ൽ താഴെയൊക്കെ ആയിരുന്നു WTI ക്രൂഡ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. കാരണം റഷ്യ ഉക്രൈൻ ക്രൈസിസ് ഒക്കെ ഒന്ന് നോർമലൈസ് ചെയ്യപ്പെടുകയും അതുപോലെ മിഡിൽ ഈസ്റ്റ് ഒക്കെ ശാന്തമാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്ത് 60-ൽ താഴെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ആ പുതിയ വാർ ടെൻഷൻസ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വീണ്ടും ഒരു ഹൈക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഇന്ത്യയിലെ മേജറായിട്ടുള്ള 2 ലാർജ് ക്യാപ് കമ്പനികളാണ്. ഒന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനും മറ്റൊന്ന് ഓയിൽ ഇന്ത്യയും. അപ്പോൾ ONGCയും ഓയിൽ ഇന്ത്യയും ഇന്ന് 10%-ൽ കൂടുതൽ മുന്നോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഈ 2 സ്റ്റോക്കുകളാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇപ്പോൾ ഓയിൽ ഇന്ത്യ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ 4 ട്രേഡിംഗ് സെഷനിലും ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്ന ഒരു കാര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ US ഡോളർ ഇൻഡെക്സ് വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതും മാർക്കറ്റിലെ ഗോൾഡിനും സിൽവറിനും അനുകൂലമായ ട്രെൻഡ് തുടരാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡ് പ്രൈസ് ഇന്ന് 3% ജമ്പ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ MCXൽ 10 ഗ്രാം ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ 1.62 ലക്ഷം എന്ന പ്രൈസിലാണ് നിൽക്കുന്നത്. അതുപോലെ സിൽവറിൻ്റെ പ്രൈസ് 6% ഇന്ന് ഇതിൻ്റെ ഫ്യൂച്ചർ ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ എവിടെ ചെന്ന് ഇത് അവസാനിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് ഈ സേഫ് ഹെവൻ കമ്മോഡിറ്റിയിൽ കാണുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അനലിസ്റ്റുകളും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ ഒരു റാലിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ പൊതുവെ വേൾഡ് വൈഡ് എല്ലാവരും ആശങ്കയോടെ കാണുമ്പോൾ ഫോമോ പിടിപെട്ട ഇൻവെസ്റ്റേഴ്സ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു ഇഷ്യൂ പൊതുവെ ഇൻവെസ്റ്റേഴ്സിന് പിടികൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റാലിയിൽ കയറിയിട്ടില്ലെങ്കിൽ ഇനി ഉയരാൻ പോകുന്ന പ്രൈസ് നമുക്ക് കിട്ടുകയില്ല. ആ ഒരു ഫോമോ പിടിപെട്ടവർ തീർച്ചയായിട്ടും വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏത് സമയവും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒരു ക്രാഷോ ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പൊതുവെ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും സുവർണകാലമായിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ കുറേ അതിശയോക്തി ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ തുടർച്ചയായ ട്രേഡ് ടെൻഷൻസും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും തുടർച്ചയായി ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു
പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി നിൽക്കുന്നത് ഈ ട്രംപ് തന്നെയാണ്. ആ രീതിയിൽ ഇദ്ദേഹം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തുടനീളം ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസും സിൽവർ പ്രൈസും ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോകും. ആ ഒരു സ്പെക്കുലേഷനാണ് കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടുവാൻ എല്ലാവരും പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്നാൽ അവിടെ കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് ഈ ഗോൾഡിലെയും സിൽവറിലെയും ഈ റിസ്കിനെ കുറച്ചുകൂടി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് കോപ്പറിലും കൂടി ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡും സിൽവറും മിസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കോപ്പർ പുതിയൊരു സേഫ് ഹെവൺ ആയിട്ട് ഉയർന്നു വരികയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ കോപ്പർ ഒരു പ്രീഷ്യസ് മെറ്റലോ അല്ലെങ്കിൽ അതൊരു സേഫ് ഹെവൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ കാണാത്തൊരു മെറ്റലാണ്. അതിന് പ്യുവർ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് മാത്രമാണുള്ളത്. എന്നാൽ ഈ ഒരു ഗോൾഡ് സിൽവർ റാലിയിൽ അത് മിസ് ചെയ്തവർ ഇതൊരു സേഫ് ഹെവണായി കണ്ടുകൊണ്ട് ഇതൊരു പ്രീഷ്യസ് മെറ്റലായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോപ്പറിന് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് നിലവിൽ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് EV പെനിട്രേഷനും റിന്യൂവബിൾ എനർജി മേഖലയിലെ ഗ്രിഡ് എക്സ്പാൻഷനും മറ്റും ഇതിൻ്റെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചിലി, പെറു പോലെയുള്ള മെയിൻ പ്രധാനപ്പെട്ട കോപ്പർ മൈനിങ് ഫീൽഡുകളിലുള്ള താൽക്കാലികമായ തടസ്സങ്ങളും ഇപ്പോൾ ഈ കോപ്പറിൽ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഹിന്ദ് കോപ്പർ 15% ഒരു ഇൻട്രാഡേ റാലിയാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഹിന്ദ് കോപ്പറിൻ്റെ ആ ഒരു പ്രൈസിൽ ശക്തമായ മൂവാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ 2026 ഈ 3 മെറ്റലുകളുടെ ഒരു വർഷമായിട്ട് മാറും എന്നാണ് പൊതുവെ ഇതിൻ്റെ റാലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ട്രംപിൻ്റെ മറ്റൊരു ഇൻറ്റൻഷനാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ബോധപൂർവമായിട്ടുള്ള ടെൻഷൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആർട്ടിഫിഷ്യൽ ടെൻഷൻസ് ഈ ഒരു സേഫ് ഹെവൺ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ മേജറായിട്ട് ഫോൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഏകദേശം 5% ഒരു ഫോളാണ് ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സിലുണ്ടായത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിലായാലും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആയാലും എല്ലാം സിംഗിൾ ഡിജിറ്റ്സിലാണ് വന്നിട്ടുള്ളത്. 3% റവന്യൂ ഗ്രോത്ത് മാത്രമാണ് ഏഷ്യൻ പെയിൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞിട്ടുള്ള ഒരു ക്വാർട്ടർ എന്നുള്ള നിലക്ക് ഇത് ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്ന ഒരു റവന്യൂ ഗ്രോത്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വോളിയം ഗ്രോത്ത് കുറഞ്ഞതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഫെസ്റ്റിവൽ സീസൺ ഷോർട്ടായിരുന്നു എന്നുള്ളത്. കാരണം ഈ മഴക്കാലം കൂടുതലായിട്ട് വന്നതുകൊണ്ട് മൺസൂൺ വർദ്ധിച്ചത് കാരണം ഡിമാൻഡിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി എന്നാണ് ഇവരുടെ ഗൈഡൻസിൽ പറയുന്നത്. അതുകൂടാതെ ഇവരുടെ പ്രോഫിറ്റിനെ വൺ ടൈം എക്സ്പെൻസ് ഇമ്പാക്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. 158 കോടിയുടെ ഒരു വൺ ടൈം എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടതാകാം. എന്നാൽ മാർജിനിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. 20.1% ഒരു മാർജിൻ ഇയർ ഓൺ ഇയർ ഇവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അത് മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള ഇടിവാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസിൽ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ വലിയ ഇടിവാണ്ടായത്. അത് ഇവർക്ക് അനുഗ്രഹമായതുകൊണ്ടാണ് മാർജിൻ വർദ്ധിച്ചത്. എന്നാൽ അതിനടുക്കായിട്ടുള്ള വോളിയം ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നത്. ഇവരുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലും അതുപോലെ ഡൊമസ്റ്റിക് ഡെക്കറേറ്റീവ് പെയിൻറ്റിൻ്റെ ബിസിനസ്സിലും പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവർ നൽകിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഗൈഡൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ വോളിയം ഗ്രോത്ത് ഇവർ നെക്സ്റ്റ് ക്വാർട്ടർ ലക്ഷ്യമിടുന്നത് 8 മുതൽ 10% വരെയാണ്. അതുപോലെ നിലവിലുള്ള ഈ മാർജിൻസ് 18 മുതൽ 20% വരെ നിലനിർത്താനും ഇവർ ശ്രമിക്കുമെന്നും ആ ഒരു ഗൈഡൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 2512 എന്ന ലെവലിലാണ്. അപ്പോൾ പ്രമുഖ ഇൻ്റർനാഷണൽ ബ്രോക്കറേജായ ജെഫ്രീസ് ഇതിന് 3300 എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിമാൻഡ് റിക്കവറി ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജെഫ്രീസ് പറയുന്നത്. അതുപോലെ നൊമൂറ പറയുന്നത് 3250 എന്നുള്ള ടാർഗറ്റാണ്. അവരും ഇതിനൊരു ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാർട്ടറോട് കൂടി ഈ ഒരു ഡിമാൻഡ് ട്രെൻഡ് വർദ്ധിക്കുമെന്നാണ് നൊമൂറയുടെ കണ്ടെത്തൽ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിറ്റി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഇതിനൊരു സെൽ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 2300 എന്നുള്ള ടാർഗറ്റിലേക്ക് ഇതിനെ താഴ്ചതായിട്ട് കാണാം. അപ്പോൾ ഇവർ പറയുന്നത് അണ്ടർലൈങ് ആയിട്ടുള്ള ഡിമാൻഡ് വീക്കാണെന്നും റവന്യൂ അവരുടെ എസ്റ്റിമേറ്റിനെ മിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിറ്റിയുടെ ആ ഒരു ഒബ്സർവേഷൻ വളരെ റിയലിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ബിർള ഓപ്പസ് പോലെയുള്ള പല പുതിയ എൻട്രികളും അവരുണ്ടാക്കുന്ന കോമ്പറ്റീഷൻ ഏഷ്യൻ പെയിൻറ്റ്സിനെ കാര്യമായിട്ട് വലക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ മോർഗൻ സ്റ്റാൻലിയും ഇതിനൊരു അണ്ടർ വെയ്റ്റ് കൊടുത്തതായിട്ട് കാണാം. 2194 എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. പെയിൻറ്റ് മാർക്കറ്റിലുള്ള ശക്തമായ കോമ്പറ്റീഷനാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ വോളിയം ഗ്രോത്തിൽ ഇടിവുണ്ടാവാൻ കാരണമെന്നും അത് തുടരുമെന്നുമാണ് അവരുടെയും കണ്ടെത്തൽ. ഇന്ന് മാർക്കറ്റിൽ ട്രേഡിംഗ് വോളിയത്തിൽ വലിയ മുന്നേറ്റം കണ്ട ഒരു 4 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മഹീന്ദ്ര ലോജിസ്റ്റിക്കാണ്. 14% ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്കിൽ നിന്ന്
നടക്കുകയുണ്ടായി. ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19% വർധനവും പ്രോഫിറ്റിൽ 146% വർധനവും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 12% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റിൽ 172% ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 11 കൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് നമ്മൾ ഇതിൻ്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ 11 ക്വാർട്ടറുകളിലും ഇത് ലോസ് ആയിരുന്നു കാണിച്ചിരുന്നത്. ആ ലോസിൽ നിന്നാണ് ആദ്യമായിട്ട് ഇവർ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ആ സെൻറ്റിമെൻറ്റ്സ് ഉയരുകയും ശക്തമായ ബൈയിങ് സ്റ്റോക്കിൽ ഉണ്ടാവുകയും ചെയ്തു. അതാണ് ആ ഒരു വോളിയം ഗ്രോത്തിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. ഇതുപോലെ വലിയ തോതിൽ വോളിയം ഇൻക്രീസ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് മെട്രോ ബ്രാൻഡ്സ് ആണ്. മെട്രോ ബ്രാൻഡ്സിൻ്റെയും റിസൾട്ട് എക്സലൻ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 15% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 35% വർധനവും ഉണ്ടായി. ഇപ്പോൾ ഈ രേഖ ചുഞ്ചുംവാലയുടെ പോർട്ട്ഫോളിയോയിലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് മെട്രോ ബ്രാൻഡ്സ്. അവർക്ക് ഏകദേശം 9.6% ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഈ ശക്തമായ റിസൾട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് തുടക്കത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. ഇന്ന് ശരിക്കും നെഗറ്റീവിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. മോട്ടിലാൽ ഒസ്വാൾ പോലെയുള്ള ബ്രോക്കറേജുകൾ ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ട് 1070 എന്ന പ്രൈസാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ ICICI ഡയറക്റ്റൊക്കെ 1200 എന്നുള്ള ഒരു ടാർഗറ്റാണ് ഈ സ്റ്റോക്കിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഒരു വിരോധാഭാസം എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള റെഡ് ടൈപ്പ്, അവരും ഈ ഫുട്വെയർ സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്കാണ്. അവരുടെ റിസൾട്ട് വളരെ വീക്കായിരുന്നു. ഇപ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% വർധനവുണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റിൽ 9% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മെട്രോ ബ്രാൻഡ്സിൻ്റെ റിസൾട്ടിൻ്റെ അടുത്ത് വരാത്തൊരു റിസൾട്ടായിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 28% ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും റെഡ് ടൈപ്പ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, 15% അപ്സൈഡ് പോയിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫുട്വെയർ സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളും ഇന്ന് ശക്തമായ ഒരു ബൈങ് പ്രകടമായ ഒരു സെക്ടറാണ്. പ്രത്യേകിച്ച് ലിബർട്ടി ഷൂസ്, ഖാദിം, അതുപോലെ മെട്രോ ബ്രാൻഡ്സ്, ഇതിലൊക്കെ ഒരു ശക്തമായ അപ്സൈഡ് മൂവ് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചുവട് പിടിച്ചാണ് റെഡ് ടൈപ്പിലും വീക്ക് റിസൾട്ടായിട്ട് പോലും ആ ഒരു മുന്നേറ്റം ഉണ്ടായത്. അതിനൊരു കാരണമായിട്ട് കാണാൻ കഴിയുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലാണ്. കാരണം ഈ ഫുട്വെയർ എക്സ്പോർട്ട് യൂറോപ്പിലേക്ക് ഇനി ടാരിഫ് ഫ്രീ ആണ്, 0 താരിഫിലാണ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോങ് ടേം ഓപ്പർച്യൂണിറ്റി അതിഭയങ്കരമായിട്ട് ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് ഫുട്വെയർ സ്റ്റോക്കുകളിൽ ഉണ്ടായത്. അതുപോലെ ഇന്ന് ശക്തമായ വോളിയം ട്രേഡ് നടന്ന മറ്റൊരു സ്റ്റോക്കാണ് ഇൻ്റർനാഷണൽ ജമ്മോളജിക്കൽ ലിമിറ്റഡ്. ഇന്ന് ഏകദേശം 10% റാലി ഈ സ്റ്റോക്കിലുണ്ടായി. ഇതിൻ്റെ റിസൾട്ടും വളരെ എക്സലൻ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 18% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ശക്തമായ വോളിയം നടന്ന മറ്റൊരു സ്റ്റോക്കാണ് തേജസ് നെറ്റ്വർക്ക്. ആക്ച്വലി തേജസ് നെറ്റ്വർക്കിൻ്റെ Q3 ശക്തമായ ഹെവി ആയിട്ടുള്ള ലോസാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഈ വർഷം റിസൾട്ട് വന്ന നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ച സ്റ്റോക്കുകളിൽ ഒന്നാണ് തേജസ് നെറ്റ്വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അത് ഓവർ സോൾഡ് സോണിലേക്ക് പോയിരുന്നു. അതിൻ്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 304 എന്ന പ്രൈസിൽ വരെ അത് കഴിഞ്ഞ 12 ട്രേഡിംഗ് സെഷനിൽ താഴത്തേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ ബൈങ് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് ആയിരിക്കും നടക്കുന്നുണ്ടാകുക. കാരണം അവിടെ ഈ സ്റ്റോക്കിൽ ശക്തമായ ഷോർട്ടിങ് നടന്നിരുന്നു. പക്ഷെ ഇവിടെ BSNLൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ രണ്ടാമതും ഒരു റിക്കവറി നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരുടെ പുവറായിട്ടുള്ള ഏർണിങ്സിൻ്റെ ഒരു കാരണം BSNLുമായിട്ടുള്ള ഇവരുടെ ഓർഡറിൽ വന്ന ഡിലേ ആണ്. അപ്പോൾ 1526 കോടിയുടെ ഒരു ഓർഡർ ബുക്കായിരുന്നു ഇവർ BSNLൽ നിന്ന് നേടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻവെൻട്രി വലിയ തോതിൽ ബിൽഡപ്പ് ചെയ്തു. അപ്പോൾ ആ ഇൻവെൻട്രി ചിലവാകാതെ ഇങ്ങനെ കിടന്നപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇടിവുണ്ടായി. എന്നാൽ ഇപ്പോൾ BSNLിൽ നിന്നുള്ള ആ ഒരു ഓർഡർ അത് ഓൾറെഡി ഇപ്പോൾ അടുത്ത് തന്നെ നടക്കുമെന്നുള്ള പോസിറ്റീവ് ന്യൂസുകൾ വന്നത് ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇവരുടെ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പല ന്യൂസുകളും ഈ സ്റ്റോക്കിന് അനുകൂലമായി വന്നപ്പോൾ ഇപ്പോൾ ശക്തമായ ഒരു വോളിയമാണ് ഈ സ്റ്റോക്കിൽ ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.